കാഞ്ഞിരംപാറയിൽ മുരളീധരന്റെ പര്യടനമുണ്ട്. അതിന് ഒരു 20 ബംഗാളികളെ വേണം എന്ന് പറഞ്ഞ് ഈ വട്ടിയൂർക്കാവിന്റെ തൊഴിൽ തേടി പോകുന്ന സൈറ്റിൽ പരസ്യം കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്നു. ഏതായാലും ശ്രീലേഖ എന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമില്ല. ഈ ഇരിക്കുന്ന സൈന്യമാണ് ശ്രീലേഖയുടെ സൈന്യം. ഇത് വട്ടിയൂർക്കാവിന്റെ സൈന്യമാണ്. ബംഗാളികളെയോ അത് വടക്കേ ഇന്ത്യൻ തൊഴിലാളികളെയോ മറ്റോ കിട്ടുന്ന ഒരു കൂലിക്ക് കൊടുക്കുന്ന ആൾക്കാര് 501 രൂപയിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ പ്രചാരണത്തിന് പോകാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു ഗുമ്മില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ പത്രക്കാര് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാര് നിരത്തിൽ നിർത്തിയിട്ടുണ്ടാവും. VK പ്രശാന്ത് ഇങ്ങനെ വികസനം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഒരുപാട് വലിയ മത്സരമാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷ പലരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തീപാറും മത്സരമാണ്, കടുത്ത ത്രികോണ മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് പോലെ ഒരു പ്രചാരണം വേറെ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കുള്ളതുപോലെയുള്ള ഒരു പിന്തുണ വേറെ ആർക്കും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് കൂടെ വരാൻ ഒരു 10,000 പേരുണ്ട്. ഇപ്പൊ ആൾക്കാര് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്റെ പുറകെ എപ്പോഴും നിൽക്കുന്നു. അതുപോലെ ഞാൻ വേറൊരു കാൻഡിഡേറ്റിനെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ പോലും മറ്റേ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ മാത്രം കാൻഡിഡേറ്റ് അല്ലല്ലോ, സ്ത്രീകളുടെ കൂടെ. നമ്മള് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പോലും മാം പ്രചാരണത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഞെട്ടി. രാവിലെ മുതലുള്ള പ്രചാരണമാണ്. ഒരു ക്ഷീണവും മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇത്ര ഒരു ആവേശം വരാനുള്ള കാരണം? ക്ഷീണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കിടക്കുമ്പോഴാണ് അയ്യോ ക്ഷീണം എന്ന് തോന്നുന്നത്. അല്ലാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടൊന്നും ചൂടായിട്ട് തോന്നില്ല, ക്ഷീണം തോന്നാറില്ല. കാരണം അത്രയ്ക്ക് ഊർജവും അത്രയ്ക്ക് സ്നേഹവും എനിക്ക് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത്രയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു പരസ്യം കേട്ടായിരുന്നു, ഇങ്ങനെ ഒരു യുഡിഎഫിന്റെ നേതൃത്വത്തില് ആളെ വേണം, കൂലിക്ക് ആളെ കേട്ടു. അങ്ങനെ അവരൊരു ഇങ്ങനെ ബംഗാളികളെയോ അത് വടക്കേ ഇന്ത്യൻ തൊഴിലാളികളെയോ മറ്റോ കിട്ടുന്ന ഒരു കൂലിക്ക് കൊടുക്കുന്ന ആൾക്കാര് 501 രൂപയിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ പ്രചാരണത്തിന് പോകാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു ഗുമ്മില്ലല്ലോ. ഒറ്റയ്ക്ക് ഒരു കുറച്ച് 2-3 പേര് ചേർന്ന് മാത്രം പോയാൽ പോരല്ലോ. അപ്പൊ റോഡ് ഷോ പോലെയൊക്കെ നടത്താനായിട്ട് കുറച്ച് പേര് പുറകെ കൂടെ നടക്കാനായി ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാശ് വെച്ച് ആളെ പിടിക്കുന്നു എന്നുള്ള ഒരു ഇത് കേട്ടു. പിന്നെ അപ്പൊ തന്നെ അത് വിഡ്രോ ചെയ്തു എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ വാർത്തയായിരുന്നു. അപ്പൊ അത് ഭയങ്കര വലിയ നാണക്കേടുള്ള ഒരു കാര്യമല്ലേ അത്. അവർക്ക് വർക്കേഴ്സ് ഇല്ല ഇവിടെ എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? അതായത് ഇപ്പോ വട്ടിയൂർക്കാവിലെ ഞങ്ങള് ടൗണിലൊക്കെ ഇറങ്ങി സംസാരിക്കുമ്പോ VK പ്രശാന്ത് മതി, ഇവിടെ വികസനം എല്ലാം തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളൊരു അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ സഞ്ചരിക്കുമ്പോ അങ്ങനെ വികസനങ്ങളൊക്കെ പൂർത്തിയായോ? എനിക്ക് തോന്നുന്നില്ല. അത് ജനം ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ ആണല്ലോ അവര് പെരുമാറുന്നത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ പത്രക്കാര് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാര് നിരത്തിൽ നിർത്തിയിട്ടുണ്ടാവും. VK പ്രശാന്ത് ഇങ്ങനെ വികസനം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇതുപോലെ കൂലി എടുക്കുന്നത് പോലെ. അപ്പൊ അതുപോലെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ ഞാൻ വികസനം എടുത്തും കാണുന്നില്ല. 2 ടേമില് MLA ആയിട്ട് വിജയിപ്പിച്ചെടുത്ത ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് 7-8 വർഷം കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തിയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. തറക്കല്ലിട്ടിട്ട് ഇവിടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനും അതുപോലെ പേരൂർക്കട മേൽപ്പാലം വരുത്തും എന്നൊക്കെയുള്ള പോലെയുള്ള പ്രചാരണങ്ങളും, പിന്നെ ഇതുപോലെയുള്ള വട്ടിയൂർക്കാവിന്റെ പുറത്ത് ആക്കുളത്തൊക്കെ കുറച്ച് പരിപാടികൾ നടത്തിയാൽ അത് വികസനമാവില്ലല്ലോ. അതും പൊട്ടിപ്പൊളിഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജും ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള ആൾക്കാരെ വെച്ച് നടത്തിയാൽ അതൊന്നും വികസനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് എതിരാളികളെ അല്ല നോക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണോ നോക്കുന്നത്. അവര് എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് 2 പ്രാവശ്യം വീതം ചാൻസ് എടുത്ത ജനം കൊടുത്തു. അപ്പൊ ഇനി ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നവരെ അവരെനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, ഞങ്ങൾക്കൊരു അവസരം തരണം. NDAക്കും BJPക്കും എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നൊരു അവസരം തന്നാലല്ലേ അവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു അവസരത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടാണ് എന്റെ പ്രചാരണം. ഞാനിപ്പോ ഒരു പരസ്യം കണ്ടിട്ടാണ് വരുന്നത്. ആ പരസ്യം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് വൈകുന്നേരം കാഞ്ഞിരംപാറയില് മുരളീധരന്റെ പര്യടനമുണ്ട്. അതിന് ഒരു 20 ബംഗാളികളെ വേണം എന്ന് പറഞ്ഞ് ഈ വട്ടിയൂർക്കാവിന്റെ തൊഴിൽ തേടി പോകുന്ന സൈറ്റിൽ പരസ്യം കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്നു. ഏതായാലും ശ്രീലേഖ എന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്ക്
ഇങ്ങനൊരു സാഹചര്യമില്ല. ഈ ഇരിക്കുന്ന സൈന്യമാണ് ശ്രീലേഖയുടെ സൈന്യം. ഇത് വട്ടിയൂർക്കാവിന്റെ സൈന്യമാണ്. കാലങ്ങളായി ഈ നാട് ഭരിച്ച കോൺഗ്രസിന്റെ ഗതി ഇതാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്റെ സ്ഥിതി ഇതാണ്. നമ്മുടെ നാട് ഇന്ന് കാണുന്ന തരത്തിൽ കുട്ടിച്ചോറാക്കിയത് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കെ മുരളീധരൻ, വേറെ ചിരിക്കാരനായിരിക്കുന്ന വി കെ പ്രശാന്താണ്. ഇന്നിപ്പോ നമ്മുടെ സ്ഥാനാർത്ഥി പങ്കെടുത്ത കോഫി വിത്ത് ശ്രീലേഖയിൽ ഒരു ചോദ്യം ചോദിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസനത്തിൽ പേരൂർക്കടയിൽ നിർമ്മിക്കുന്ന പാലം, അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം. ഈ നിർമ്മാണ പ്രവർത്തനം എന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇത് ഉപയോഗയോഗ്യമാക്കും. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. 40 വർഷമാണ് അവിടെ ഒരു ബൈപ്പാസിന്റെ പാലം പണിയാൻ എടുത്തത്. 40 വർഷം. ഇങ്ങനെയാണെങ്കിൽ ഈ റോഡ് എടുക്കാനും അത്രയും കാലം പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദി റോഡ് പണിയുന്നുണ്ട്, പാലം പണിയുന്നുണ്ട്. എവിടെയാ? ദേശീയപാതയിൽ എത്ര പാലങ്ങൾ പൂർത്തീകരിച്ചു? ഇതേ വികസനം ഇവിടെ കൊണ്ടുവരണം. കോർപ്പറേഷന്റെ ഭരണം ഈ നാട്ടുകാർ നമ്മളെ ഏൽപ്പിച്ചു. അതിലൊരു കൗൺസിലർ കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി. കോർപ്പറേഷനിൽ നമുക്കൊരു പദ്ധതിയുണ്ട്. പാവപ്പെട്ടവന് സഹായം നൽകണം. 2000 വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ കോർപ്പറേഷൻ പദ്ധതിയുണ്ട്. പണം മാറ്റി വെച്ചിട്ടുണ്ട്. 2000 വീടുകൾ കോർപ്പറേഷനിൽ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾക്ക്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ ഭരണം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നമുക്കൊരു MLA വേണം. ആ MLA ശ്രീമതി ആർ ശ്രീലേഖയായിരിക്കണം. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്ന കുറിപ്പിട്ടാണ് നമ്മുടെ ഈ യോഗങ്ങളോട് സംഘടിപ്പിച്ചത്. ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കാം. 2-ാം തീയതി ഈ നാടിന്റെ ദേശത്തിന്റെ ദേവനായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ സന്നിധിയിൽ ആറാട്ട് നടക്കുകയാണ്. പൈങ്കുനി ഉത്സവത്തിന്റെ ആറാട്ട്. അൽപ്പശി ഉത്സവത്തിന്റെ ആറാട്ട് നടന്നപ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് നമ്മുടെ പ്രാർത്ഥന ഈശ്വര വിശ്വാസിയായ ഒരു മേയർ ഉണ്ടാകണമെന്നായിരുന്നു. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു. ഈശ്വര വിശ്വാസിയായ ഒരു മേയറെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈശ്വര വിശ്വാസിയായ ഒരു MLA കിട്ടണം. ആ MLA ആ ശ്രീലേഖയായിരിക്കണം. ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് നമ്മുടെ അമ്പലം മന്ത്രി വന്നിരുന്നത് നമ്മൾ കണ്ടല്ലോ. കോട്ടയത്ത് നിന്ന് താടി വെച്ച് വെള്ളക്കുപ്പായം ഇട്ട ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു. വാസവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇങ്ങനെ നിൽക്കുകയാണ്. മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടാൽ പന്തം കണ്ട പെരിച്ചാഴി നിൽക്കുന്നത് പോലെ കേരളത്തിന്റെ അമ്പലങ്ങളുടെ ചുമതലയുള്ള മന്ത്രി നിൽക്കുകയാണ്. പൊങ്കാല അടുപ്പ് അവിടെ ആറ്റുകാലമ്മയുടെ ശ്രീകോവിലിൽ നിന്ന് ഭണ്ഡാര അടുപ്പിലേക്ക് ദീപം പകരാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ഈ മന്ത്രി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. യാതൊരു ഭാവവുമില്ല, യാതൊരു ഭാവവ്യത്യാസവുമില്ല. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ആളുകൾ 10 ലക്ഷങ്ങൾക്കൊപ്പം കൈകൂപ്പി നിൽക്കുമ്പോ ഇവിടുത്തെ മന്ത്രി, നേമത്തെ മന്ത്രി, ഈ മന്ത്രിയുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരാളല്ല മന്ത്രിയും MLA ആവേണ്ടത്. നമ്മളിത് വിശ്വാസികളുടെ നഗരമാണ്, അല്ലെ? വിശ്വാസികളുടെ നഗരമാണിത്. പത്മനാഭസ്വാമിയും ആറ്റുകാലമ്മയും കരിക്കകത്തമ്മയും ശ്രീകണ്ഠേശ്വരത്തപ്പനും ഒക്കെയാണ് ഈ നാടിന്റെ കാവൽക്കാരും കരുതലും. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിന് ഇത്തവണ ശ്രീമതി ആർ ശ്രീലേഖയെ വിജയിപ്പിക്കണം. അതിനെ കൈമെയ് മറന്ന് പ്രവർത്തിക്കാൻ മുഴുവൻ അമ്മമാരും സഹോദരിമാരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ഒക്കെ പറയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. വ്യത്യാസമൊന്നുമില്ല. ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം ഒന്നാണ്. UDFന്റെ ശബ്ദവും LDFന്റെ ശബ്ദവും ഒന്ന് തന്നെയാണ്. ഇവരുടെ ശത്രു നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ആർ ശ്രീലേഖയ്ക്ക് വോട്ട് ചോദിക്കാൻ 4-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. എല്ലാവരും ആ പരിപാടിക്ക് വരണം. സമ്മേളനമല്ല, റോഡ് ഷോയാണ്. ആ റോഡ് ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി താമര അടയാളത്തിൽ ഇവിടെ ജനവിധി തേടുന്ന ശ്രീമതി ആർ ശ്രീലേഖയെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്
പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.